2026 ഇന്ത്യൻ പ്രീമിയർ ലീഗ് വളരെ മികച്ച രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് യുവതാരങ്ങൾ ഇത്തവണത്തെ സീസണിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ നിലവിലെ ശ്രദ്ധ 2026 2020 ലോകകപ്പിനായി മികച്ച ഒരു ടീം കെട്ടിപ്പടുക്കുക എന്നതിലാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. ഇത്തവണത്തെ IPL വളരെ മികച്ച ബാറ്റിംഗ് പ്രകടനങ്ങൾ കാഴ്ചവെച്ച KL രാഹുൽ ഇന്ത്യയുടെ ടീമിലേക്ക് തിരികെ എത്തണമെന്ന പ്രസ്താവനയാണ് ഇപ്പോൾ മുൻ ഇംഗ്ലണ്ട് താരം കെവിൻ പീറ്റേഴ്സൺ മുൻപോട്ട് വയ്ക്കുന്നത്. ഈ സീസണിലെ താരത്തിന്റെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പീറ്റേഴ്സൺ ഇന്ത്യൻ ടീം മാനേജ്മെന്റിനോട് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 2022 ലോകകപ്പിന് ശേഷം ഇന്ത്യൻ ടീമിന്റെ ഭാഗമാവാൻ KL രാഹുലിന് സാധിച്ചിരുന്നില്ല. മാത്രമല്ല 2024 IPL മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ട് 2020 ലോകകപ്പ് ടീമിൽ ഇടം പിടിക്കുന്നതിലും രാഹുൽ പരാജയപ്പെട്ടു. പക്ഷെ തന്റെ 2020 ക്രിക്കറ്റിലെ മനോഭാവത്തിൽ വലിയ മാറ്റം വരുത്തി രാഹുൽ ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അതിനാൽ തന്നെ ഇന്ത്യ രാഹുലിനെ 2020 ടീമിന്റെ 4ാം നമ്പർ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്നാണ് പീറ്റേഴ്സിന്റെ അഭ്യർത്ഥന. ചെന്നൈ, ബാംഗ്ലൂർ പിച്ചുകളിലെ താരത്തിന്റെ പ്രകടനങ്ങൾ കൂടി വിലയിരുത്തിയ ശേഷമായിരുന്നു പീറ്റേഴ്സൺ സംസാരിച്ചത്. താനായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ 2020 ടീമിന്റെ 4ാം നമ്പർ പൊസിഷൻ KL രാഹുലിന് നൽകിയേനെ. കാരണം IPLലൂടെയും മറ്റും ഇന്ത്യക്ക് ഒരുപാട് ഓപ്പണിംഗ് ബാറ്റർമാരെ ലഭിക്കുന്നുണ്ട്. മാത്രമല്ല മുൻനിരയിൽ മികവ് പുലർത്താൻ സൂര്യകുമാർ യാദവും ഇന്ത്യൻ ടീമിനുണ്ട്. ഇതെല്ലാം ഇന്ത്യക്ക് ഗുണമാണ്. പക്ഷെ ഇപ്പോൾ രാഹുൽ കളിക്കുന്ന രീതിയാണ് തന്നെ അത്ഭുതപ്പെടുത്തുന്നത്. 4ാം നമ്പറിലേക്ക് ഇന്ത്യൻ 2020 ടീമിനായി ഒരു താരത്തെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ താൻ നിർദ്ദേശിക്കുന്ന രാഹുലിന്റെ പേരായിരിക്കും. ഇന്ത്യക്കായി വിക്കറ്റ് കീപ്പ് ചെയ്യാനും അവന് സാധിക്കുമെന്നാണ് പീറ്റേഴ്സൺ പറയുന്നത്. കഴിഞ്ഞ IPLന്റെ മധ്യഭാഗം മുതൽ വളരെ പോസിറ്റീവായ മനോഭാവത്തോടെയാണ് രാഹുൽ കളിക്കുന്നത്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി മികച്ച രീതിയിൽ ഫിനിഷ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. ദുബായിൽ നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിലും ഇന്ത്യയെ രാഹുൽ പല മത്സരങ്ങളിലും വിജയത്തിൽ എത്തിക്കുകയുണ്ടായി. മത്സരത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ഓരോ ബാറ്ററും വരുത്തേണ്ട മാറ്റങ്ങളെ പറ്റി രാഹുൽ സംസാരിച്ചിരുന്നു. അത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. പക്ഷെ മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന കാര്യം അവൻ അംഗീകരിക്കുകയും അതിനനുസരിച്ച് തന്റെ ശൈലി മാറ്റാൻ തയ്യാറാവുകയും ചെയ്തു. ഇപ്പോൾ രാഹുൽ വളരെ പോസിറ്റീവായാണ് മത്സരങ്ങളെ നോക്കി കാണുന്നതെന്നും പീറ്റേഴ്സൺ കൂട്ടിച്ചേർക്കുന്നുണ്ട്.